തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ചർച്ച ചെയ്യാൻ CPI നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് തുടരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയിൽ അഭിപ്രായമുയർന്നു. CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത്. CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ നിന്ന് MS വീണയും CPM കേന്ദ്രമായ AKG സെന്ററിൽ നിന്ന് ശ്രീനന്ദയും ഒപ്പം ചേരുന്നു. ആദ്യം MS വീണയിലേക്ക്. വീണ, പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഈ മുഖ്യമന്ത്രി പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ല. മറ്റൊന്ന്, ഈ സ്വർണ്ണ കവർച്ചാ വിഷയം തിരിച്ചടിയായതുമില്ല. എന്നാൽ കീഴ്ഘടകങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമായി CPM യോഗങ്ങളിൽ മാറാൻ സാധ്യതയില്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും വാസ്തവം അതാണെങ്കിൽ പോലും അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ടെങ്കിൽ പോലും സത്യം മറിച്ചാണെന്നുള്ളത് പ്രാദേശിക നേതാക്കൾക്ക് ബോധ്യമായിട്ടുണ്ട്. സർക്കാർ എടുത്ത നിലപാടുകളും ഒപ്പം തന്നെ സംസ്ഥാനത്തുടനീളം ജനവിരുദ്ധ, അതായത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ തന്നെ സർക്കാരിൻ്റെ സമീപത്തോടും പാർട്ടിയോടും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം സ്വീകരിക്കുന്നുവെന്ന് ഏറെക്കുറെ പാർട്ടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന യോഗങ്ങളിലടക്കം ഇക്കാര്യം വലിയ തോതിൽ ചർച്ചയായതുമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയമടക്കം അത് സർക്കാരിൻ്റെയും ഒപ്പം തന്നെ പാർട്ടിയുടെയും പ്രതിച്ഛായ മങ്ങുന്നതിന് കാരണമായി. ആ കാരണം തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് കാരണമായെന്നുള്ളതാണ് പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ഒക്കെ ചേർന്ന യോഗങ്ങളിൽ നടത്തി. ഇന്നിപ്പോൾ CPIയുടെ യോഗം കൂടി ആരംഭിക്കുകയാണ്. ഈ നേതൃയോഗങ്ങളിലും ഈ ഒരു വിഷയം തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. കാരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പാർട്ടി അടക്കം വിശ്വസിച്ചിരുന്നത്. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി. എന്നാൽ ആ ഒരു മുൻധാരണ അത് പാർട്ടിയെ ചതിച്ചു. പാർട്ടിക്ക് അതിൽ കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിൽ നേതാക്കൾ കൃത്യമായി ഇടപെടൽ നടത്താത്തത്, പ്രചാരണ പരിപാടികൾ നടത്താത്തത് അത് തിരിച്ചടിയെ. മാത്രമല്ല, ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയവും ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്ന് സർക്കാർ ആരംഭിക്കുമ്പോൾ പോലും പ്രാദേശിക നേതാക്കൾ പൊതുജന മധ്യത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. കടുത്തൊരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, അത് തോൽവിയിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. സർക്കാർ അത് മറച്ചുപിടിക്കാൻ ശ്രമിച്ചു. അല്ല വീണ, തുടക്കം മുതൽ തന്നെ CPI ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കൂ, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് തോൽവി അഥവാ തിരിച്ചടി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ അതിനപ്പുറത്ത് നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പ്രതികരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ CPI തുടക്കം മുതലേ പറഞ്ഞത്. തീർച്ചയായും കൃഷ്ണരാജ്, തോൽവി അംഗീകരിക്കുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. ആ തോൽവിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ വീഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പാർട്ടി പറയുമ്പോൾ പോലും ചില തരത്തിലുള്ള അഭിപ്രായങ്ങൾ അംഗീകരിക്കാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ നിന്ന് കൂടുതൽ വ്യതിചലിക്കുന്നതും ആ ചർച്ചകൾ കൂടുതൽ നീണ്ടുപോകുന്നതിനും കാരണമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ CPI യോഗവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യും. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ CPMനും CPIക്കും വലിയ തിരിച്ചടികൾ ഉണ്ടാകും. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പാർട്ടി പോകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന ഒരു വിഭാഗം പറയുമ്പോൾ മറുവിഭാഗം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അത്തരം വിഭാഗക്കാരെ നിലവിലെ സാഹചര്യങ്ങൾ, സമകാലിക സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം ചേർത്ത് അത് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നാണ് ചില നേതാക്കൾ അഭിപ്രായം ഉയർത്തുന്നത്. അത്തരം അഭിപ്രായങ്ങളിൽ മേലുള്ള ചർച്ച ഇന്നുണ്ടാകും. നിലവിലിപ്പോൾ MN സ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അല്പസമയങ്ങൾക്കകം ആരംഭിക്കും. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മന്ത്രിയായ GR അനിലും എത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കളും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളും ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, അതായത് പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്ന വാർഡുകളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജനകീയ മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരങ്ങൾ വേണമെന്നുള്ള അഭിപ്രായമാണ് ഉയരുന്നത്. ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുവാനായി വന്നു നിൽക്കുകയാണ്. ഈ വിഷയത്തിലും നിലവിലുള്ള സമകാലിക വിഷയത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുന്നത്. കൃഷ്ണകുമാർ. യെസ്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.
ഓക്കെ. നിങ്ങളിൽ പലരും മറ്റത്തൂരിനെ പറ്റി ചോദിക്കുന്നു മാറി മാറി. മറ്റത്തൂർ കോൺഗ്രസ് പാർട്ടിയെ വധിച്ച ഒരു മാറാവ്യാധിയാണ്. ഈ മാറാവ്യാധിയുടെ പുറകിൽ ചെറിയ ചെറിയ ന്യായങ്ങളോ കാരണങ്ങളോ അല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാധിയുടെ കേന്ദ്രസ്ഥാനം തൃശ്ശൂരല്ല, മറ്റത്തൂരുമല്ല, ഡൽഹിയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ BJPക്ക് വേണ്ടി തലച്ചോറും ഹൃദയവും പണയം വെച്ചവരില്ലേ? ഇല്ലേ? എല്ലാവർക്കും അറിയാം, ഈ തിരുവനന്തപുരത്തെ MP എത്രയോ കാലമായി തടി ഇവിടെ, ബോധം അവിടെ, മനസ്സവിടെ, എല്ലാവരും കാണുന്ന കാഴ്ചയാണത്. അങ്ങനെയുള്ള MPമാർ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ, കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ ചുരുങ്ങിയ പക്ഷം 3 പേരെങ്കിലുമുണ്ട് ഏറെക്കാലമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ചിന്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ. ഒരാൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടുത്തെ MP-യാണ്. രണ്ടാമത്തെ ആൾ ഇന്നലെ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു, അദ്ദേഹം ദിഗ്വിജയ് സിംഗ് ആണ്. മൂന്നാമത്തെ ആളെയും അന്വേഷിച്ചാൽ കാണാൻ പറ്റും. അടിയിലേക്ക് നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗോഡ്സെയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് പേർ കൂടി വരികയാണ്.